നിലവില് ബിഗ് ബോസ് വീട്ടിനകത്ത് അനീഷിന്റെ ഗെയിം പ്ലാൻ മനസ്സിലാക്കിയിട്ട് അത് തകർക്കാൻ ശ്രമിക്കുന്ന ഒരുപക്ഷെ ഏക മത്സരാർത്ഥി രേണ ഫാത്തിമയാണ്. ഇന്നലെ ബിഗ് ബോസിലുണ്ടായ വലിയ വഴക്കുകൾക്ക് ശേഷവും രേണ ഫാത്തിമ അനീഷിന്റെ പുറകെ നടന്ന് അനീഷിനെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അത് അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്യുക മാത്രമല്ല, ആ ഒരു പേരും പറഞ്ഞ് അതിലൂടെ അനീഷ് എന്ന് പറയുന്ന ഗെയിമറെ ഓഡിയൻസിന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു തന്ത്രപരമായ ശ്രമം കൂടിയാണ് അവർ നടത്തുന്നത്. സമയം കിട്ടുമ്പോഴൊക്കെ തന്റെ സഹമത്സരാർത്ഥികളോട് അനീഷ് ഗെയിം കളിക്കുന്നതാണെന്നും ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് ഇത് എന്നുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ശരിക്കും സഹമത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് റെന ഫാത്തിമയുടെ യഥാർത്ഥ എതിരാളി എന്ന് അവർ കരുതുന്ന അനീഷിനെ കുറിച്ചും അനീഷിന്റെ ഗെയിം പ്ലാനിനെ കുറിച്ചും ഓഡിയൻസിനോട് തന്നെയാണ് അതിലൂടെ റെന പറയുന്നത്. അനീഷിന്റെ പുറകെ നടന്നിട്ട് എന്താ ചേട്ടാ, മറ്റതല്ലേ ചേട്ടാ, മറിച്ചതല്ലേ ചേട്ടാ, എന്തെങ്കിലും സഹായം വേണോ ചേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേട്ടാ, എന്നോട് പറഞ്ഞോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടാ 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 എന്ന് വിളിച്ച് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് റെന ചെയ്യുന്നത്. അവിടെ റെന ഫാത്തിമ മനസ്സിലാക്കിയിട്ടുണ്ട് അനീഷ് ഒരു ഗെയിമറാണ് എന്ന്. സോ അതുകൊണ്ടാണ് അയാളെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് റെന അവരുടെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നത്.